ഹലോ 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 ഡാഡ് ഡാഡ് ഹലോ ഇങ്ങ് തന്നെ. ഹലോ ഡാഡ് ഹലോ മിഥുൻ, പറയുന്നത് കേൾക്കാമോ? എന്തൊക്കെ സംഭവിച്ചാലും നീ വെള്ളമുള്ളിടത്തേക്ക് പോവല്ലേ ഹലോ മോനെ? ഡാഡ് മേഘനയുണ്ടോ നിന്റെ അടുത്ത്? ഹലോ ഹലോ ഡാഡ് ഡാഡ് ഹലോ ഡാഡ് ഹലോ ഹലോ മിഥുൻ, ഹലോ മേഘനെ, ഇവിടെ സിഗ്നൽ കിട്ടുന്നില്ല. ഒന്നങ്ങ് മാറിയെന്ന് വിളിച്ചു നോക്കി. ഹലോ മേഘനെ, എന്തൊക്കെ സംഭവിച്ചാലും മിഥുനെ വെള്ളമുള്ളിടത്തേക്ക് കൊണ്ടുപോകരുത്. ഹലോ 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 മേഘനെ, ഹലോ കേക്കുന്നില്ല. മേഘനെ, ജലം മിഥുനെ അതിന്റെ അടുത്തേക്ക് ആവാഹിക്കും. പഞ്ചഭൂതങ്ങളും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യും. ഹലോ അമ്മേ, കേക്കുന്നില്ല. എന്താ പറഞ്ഞേ? അമ്മേ, എനിക്കൊന്നും കേക്കുന്നില്ല. ഹലോ ഹലോ അമ്മേ, മേഘന പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ 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 അപകടം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന ആ അപകടത്തെ ആർക്കും തടയുവാൻ സാധിക്കില്ല. ഹലോ 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 മേഘന, ഹലോ കേൾക്കുന്നുണ്ടോ? മിഥുൻ എവിടെയാ? ഹലോ മിഥുൻ എവിടെയാന്ന് ചോദിച്ചത്. ആ മിഥുനേട്ടൻ ഇവിടെ തന്നെ ഉണ്ടമ്മേ. ലൈക്കിനടുത്താ, വെള്ളത്തിനടുത്ത് പോയിരിക്കാ. വെള്ളത്തിനടുത്തേക്കോ? മേഘനെ, മിഥുനെ നീ വെള്ളത്തിനടുത്തേക്ക് പോവാൻ അനുവദിക്കരുത്. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ 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 മേഘന, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? മിഥുനേട്ടാ, ആ, മിഥുനേട്ടാ, അയ്യോ അമ്മേ, മിഥുനേട്ടൻ മിഥുനേട്ടൻ മിഥുനേട്ടാ, മിഥുനേട്ടാ, മിഥുനേട്ടാ. മിഥുനേട്ടാ, 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 മിഥുനേട്ടാ. പണിക്കര് പറഞ്ഞതുപോലെ സംഭവിച്ചിരിക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ മോനെ കാണണം. ഞാൻ ഉടനെ തന്നെ മൃത്യുഞ്ജയ ഹോമം തുടങ്ങാം. നിങ്ങൾ പോയി വന്നോളൂ. മഹാദേവന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവും. ശരി പണിക്കരെ. വിവേക്, വില്യമേ, നീ എത്രയും പെട്ടെന്ന് കൊടൈക്കനാലിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യ്. നമുക്ക് മിഥുന്റെ അടുത്തേക്ക് പോകണം. ശരി വില്യമേ. ശരി. സഞ്ജനെ, വല്യമ്മേ, നീ ഇവിടെ പണിക്കരുടെ കൂടെ നിന്ന് ഹോമം നടത്തിക്കാൻ നോക്ക്. ശരി വല്യമ്മേ. മാനേജർ, മാഡം, നീ ഇവിടെ നിന്ന് മൃത്യുഞ്ജയ ഹോമത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യും.
ആയിക്കോട്ടെ മാഡം. വലിയമേ, ടിക്കറ്റ്സ് റെഡിയാണ്. ഇപ്പൊ പുറപ്പെട്ടാലേ നമുക്ക് ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റും. ശരിയെന്ന് പോയിട്ട് വരട്ടെ പണിക്കരെ. ശുഭം. വൈകിട്ട നടക്ക വിവേക്. മിഥുനേട്ടാ, 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 ഇതിനകത്ത് പിടിക്കാൻ നോക്ക്. ഇതിനകത്ത് പിടിക്കും മിഥുനേട്ടാ, ഇതിനകത്ത് പിടിക്ക്. Please, എന്ത് പിടിക്കാൻ പറ്റി? വേണ്ടി try ചെയ്ത് നോക്ക്. എന്ത് പറ്റി? ആരെങ്കിലും വെള്ളത്തിൽ വീണോ? അതെ ചേട്ടാ, എന്റെ ഭർത്താവ് വെള്ളത്തിൽ വീണത്. അയ്യോ, രക്ഷിക്കൂ. ഈ ലേക്കിലേക്ക് ആരും ഇറങ്ങില്ല. ഇതിനകത്ത് മുഴുവൻ മുതലകളാ. മുതലുകളുണ്ടെന്നോ? മിഥുനേട്ടാ, 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 മിഥുനേട്ടാ. അയ്യോ, അയ്യോ മോളെ, സൂക്ഷിച്ച്. മോളെ, 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 വേണ്ട മോളെ, അപകടം അത്, പോകരുത്. എന്റെ ഭർത്താവ് അപകടത്തിൽപ്പെട്ടിരിക്കുമ്പോ എനിക്ക് വേണ്ട മോളെ, നിർത്താനാവില്ല. വേണ്ട, ചാടരുത്, അപകടം. എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കണം. മിഥുനേട്ടാ, മിഥുനേട്ടാ. ഹലോ വല്യച്ച. സഞ്ജനെ, ഹോമം തുടങ്ങിയോ മോളെ? തുടങ്ങി വല്യച്ച. ഞാൻ വീഡിയോ കോളിൽ വരാം. വെളിച്ചം കണ്ടു. മിഥുനേട്ടാ, ആ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തിട്ട് വാ. മിഥുൻ ജീവനോടെ രക്ഷപ്പെടുക അസംഭവ്യമാണ്. ദോഷത്തിന്റെ പ്രഭാവം കൂടിയിരിക്കുന്നു. മിഥുനെ ഇനി ജീവനോട് കിട്ടാൻ പോകുന്നില്ല.
മിഥുനേട്ടാ മോളെ ആ കരയിലേട്ട് കടിപ്പിച്ചോ, സൂക്ഷിച്ചു കൊണ്ടുപോ മോളെ. ചേട്ടാ സഹായിക്കട്ടെ, ഓടി വാ. ഇങ്ങോട്ട് അടിപ്പിച്ചോ, കൊണ്ടുപോ, സൂക്ഷിച്ചു പതുക്കെ. പിടിച്ചു പിടിച്ചു. പെട്ടെന്ന് കരയിലേക്ക് കേറി മോളെ. കേറി വാ മോളെ. അയ്യോ 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 മോളെ, അയ്യോ മോളെ. അയ്യോ ദേ പെട്ടെന്ന് വാ മോളെ, കേറി വാ മോളെ, വേഗം വാ വേഗം. മിഥുനേട്ടാ 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 കണ്ണു തുറക്ക്. മിഥുനേട്ടാ കണ്ണു തുറക്ക്. മിഥുനേട്ടാ മിഥുനേട്ടാ അയ്യോ 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 മിഥുനേട്ടാ അയ്യോ അയ്യോ, രണ്ടുപേർക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ. ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കും, ഹോസ്പിറ്റലിൽ വരെ ഒന്ന് എത്തിക്കേട്ടാ. ഇവിടെ 5-6 കിലോമീറ്റർ പോണല്ലോ മോളെ. ഇവിടെ വണ്ടിയൊന്നും വരികയില്ല. മോൾ ഇവിടെ നിൽക്ക്, ഞാൻ വല്ല വണ്ടിയും കിട്ടുമെന്ന് നോക്കട്ടെ. മോൾ ഇവിടെ നിൽക്ക്. ചേട്ടാ ചേട്ടാ അതിനൊന്നും സമയമില്ല, ചോര നന്നായിട്ട് പോകുന്നുണ്ട്. എന്റെ ഭർത്താവിനെ രക്ഷിക്കേട്ടാ പ്ലീസ് ചേട്ടാ. ഞാൻ ഒരു വണ്ടി ഇല്ലാണ്ട് എങ്ങനെ നമ്മൾ കൊണ്ടുപോകും? മോൾ ഇവിടെ നിൽക്ക്, ഞാൻ പെട്ടെന്ന് വരാം. ചേട്ടാ ചേട്ടാ മിഥുനേട്ടാ 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 എടോ, ഇത് അവരുടെ ഫോണാന്ന് തോന്നുന്നേ. വേണ്ട, പിന്നെ നോക്കാം. വാ വാ, പെട്ടെന്ന് പോകാം. മിഥുനേട്ടാ മിഥുനേട്ടാ
മിഥുനേട്ടാ, മിഥുനേട്ടാ. ഡോക്ടർ, പറയൂ, എന്ത് പറ്റിയതാ മാഡം? ഡോക്ടർ ബ്ലഡ് പോകുന്നു ഡോക്ടർ, പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം. നോക്കിക്കേ ഡോക്ടർ, നല്ല ബ്ലീഡിംഗ് ഉണ്ട്. ഈ മുറിവ് എങ്ങനെ ഉണ്ടായത് മാഡം? കാലി തെറ്റി ലേക്കിലേക്ക് വീണപ്പോ മുതലെ കടിച്ചതാ ഡോക്ടർ. പ്ലീസ് ഡോക്ടർ, എന്റെ ഭർത്താവിനെ രക്ഷിക്കണം. ഇതിന് പെട്ടെന്നൊരു സർജറി വേണ്ടി വരും. നിങ്ങൾ ഇതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ഒന്ന് ഫിനിഷ് ചെയ്യും. ഓക്കെ ഡോക്ടർ. ഇയാളെ പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിക്കൊള്ളൂ. വേഗം പോട്ടെ. പറഞ്ഞില്ല മാഡം. ഡോക്ടർ, ഇവൾ എന്തായിരുന്നു കണക്ക് കൂട്ടുന്ന ഈശ്വര? എന്തിനുള്ള പുറപ്പാടാണാവോ? ശാലു, നീ ഇതെന്താ ആലോചിക്കുന്നേ? ശാലു, എന്റെ പൊന്നു തമ്പുരാനെ, എന്റെ മോക്ക് ഭ്രാന്ത് പിടിച്ചല്ലോ ഈശ്വര. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? അയ്യോ ഭഗവാനെ. മമ്മി മമ്മി, എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഭ്രാന്ത് എനിക്കല്ലടി, നിനക്കാ. ഞാൻ പലവട്ടം വിളിച്ചിട്ട് നീ മേലേക്ക് നോക്കി എണ്ണിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ നിനക്ക് ഭ്രാന്താണെന്ന് ഞാൻ വിചാരിച്ചു പോയടി. എനിക്ക് എന്തിനു വേണ്ടിയാ ഭ്രാന്ത് പിടിക്കുന്നേ? എന്നെ കാരണം ചിലപ്പം ആ മേഘനയ്ക്ക് വല്ല ഭ്രാന്ത് പിടിച്ചെങ്കിലുള്ളൂ മമ്മി. ആ മേഘനയുടെ പതനത്തിന് വേണ്ടി വിഷ്ണു സഹസ്രനാമം ചൊല്ലി അവളെ ഞാൻ ശപിച്ചുകൊണ്ടിരിക്കായിരുന്നു. ഈ ലോകത്ത് ഞാൻ ആദ്യമായിട്ട് കാണുവാണേ സഹസ്രനാമം ജപിച്ചുകൊണ്ട് ഒരാളെ ശപിക്കുന്നത്. അഡ്വാൻസ്ഡ് വേർഷനാ, മമ്മിക്ക് മനസ്സിലാവില്ല. എന്റെ ജീവിതം നശിപ്പിച്ച ആ മേഘനയുടെ ജീവിതം തകർന്നു പോണം. മിഥുൻ അവളുടെ കൂടെയുണ്ടെങ്കിലും ഒരിക്കലും അവൾക്ക് സ്വന്തമാവരുത്. ഇതാ മമ്മി എന്റെ ശാപം. ഞാൻ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച മിഥുനെ എനിക്ക് നഷ്ടപ്പെടുത്തിയ ആ മേഘനയെ ഞാൻ വെറുതെ വിടില്ല. അവൾ ഇഞ്ചിഞ്ചായി അനുഭവിച്ചു മരിക്കും. ചാരുമതി, നീ എപ്പോഴും ഇങ്ങോട്ട് വന്നേ? നീ പദം പെറുക്കി ഭ്രാന്ത് പറയാൻ തുടങ്ങിയപ്പോഴേ വന്നു. അയ്യോ, എന്റെ മോക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്റെ ദൈവമേ. മമ്മി, എനിക്കെപ്പോഴാ ഭ്രാന്ത് പിടിച്ചേ? പിന്നല്ലാതെ, കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയ മേഘനെ കുറിച്ച് ഇത്രയും ക്രൂരമായ വാക്കുകൾ പറയാൻ എങ്ങനെ തോന്നി? അയ്യോ അയ്യോ, നിന്റെ മനസ്സിൽ ഇത്രയും വേണ്ടാത്ത ചിന്തകളൊക്കെ എപ്പോഴാടിയോ ഉണ്ടായത്? നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ ഇതിനൊക്കെ കാരണം ഞാനാണെന്നല്ലേ മറ്റുള്ളവർ വിചാരിക്കൂ. മറ്റുള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഈ ചാരു പോലും ഞാൻ പറഞ്ഞു തന്നിട്ടാ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതല്ലേ കരുതുള്ളൂ. എന്റെ പൊന്നു തമ്പുരാനെ, കണ്ണേ കരളേന്ന് പറഞ്ഞു ഒന്നേ ഉള്ളൂ, എന്നിട്ട് അവളുടെ സ്വഭാവം എങ്ങനെയാക്കി കളഞ്ഞല്ലോ. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണോ? മോളെ ചാരുമതി, എന്റെ തലയെല്ലാം പെരുത്തു പോയടി. എനിക്ക് കുറച്ച് കാപ്പി ഉണ്ടാക്കി തരൂ മോളെ. പക്ഷെ അവരാരും അങ്ങനെ കരുതുന്നല്ലാന്ന് ഓർക്കണം. ചെറിയമ്മ നമ്മളെ പ്രസവിച്ചതല്ലെങ്കിലും നമുക്കെന്നും അമ്മയുടെ സ്ഥാനമല്ലേ? ആയിക്കോട്ടെ ചെറിയമ്മേ.
ജേട്ടാ മിഥുനെ ഒന്ന് വിളിച്ചു നോക്കി. ഹലോ, മിഥുൻ ഞാൻ മിഥുനല്ല സാറേ. പിന്നെ മിഥുന്റെ ഫോൺ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ മിഥുൻ ഇപ്പൊ എവിടെയാണ്? അദ്ദേഹം ആസ്പത്രിയിലാണ്. ഏത് ഹോസ്പിറ്റലാണ് മിഥുൻ? രാജേശ്വരി ഹോസ്പിറ്റൽ സാർ. മമ്മി എന്തൊക്കെയാ പറയുന്നേ? നീ എന്തൊക്കെയാടി പറഞ്ഞത്? ഇത് വല്ല സിനിമയാണെന്ന് കരുതിയോ? വായി തോന്നിയത് കണ്ടെടുത്ത് വെച്ച് സംസാരിക്കാൻ രഹസ്യമാടി. വാ തുറക്കുന്നതിന് മുമ്പ് ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണ്ടേടി. ചാരുവിനെ കണ്ടപ്പോ പെട്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞ് മാനേജ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കി ഇപ്പൊ എന്തായാനെ? അവള് നമ്മളെ ഒന്നും ചെയ്യില്ലായിരിക്കുടി. മിണ്ടാതെ ഈ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവും. പോയാ പോട്ടെന്ന് വെക്കണം മമ്മി. എന്ത് പോയാ പോട്ടേന്ന് വെക്കണോന്നോ? അവൾ ഇവിടുന്ന് പോയാ നമ്മൾ അതോടെ വഴിയാതാരാവും. മമ്മി എടി പൊട്ടി പെണ്ണേ, അവളാടി നമ്മുടെ പൊന്മുട്ടയിടുന്ന താറാവ്. ശേഖരൻ മുത്തച്ഛൻ എന്താ പറഞ്ഞിട്ട് പോയെന്ന് മറന്നോടി? ഈ ആസ്തി നമുക്ക് കിട്ടണമെങ്കിൽ അവരെ നന്നായിട്ട് നോക്കേണ്ടത് നമ്മുടെ കടമയാ. ആസ്തി നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയെങ്കിലും ആ മേഘനയുടെ കാര്യത്തിൽ നീ ഒന്ന് അടങ്ങ്. അതിനുശേഷം നിനക്ക് തോന്നിയതുപോലൊക്കെ നീ ചെയ്തോ. ചെറിയമ്മേ, ഇതെന്താ ഇവൾ ഇത്ര പെട്ടെന്ന് എത്തിയേ? തമ്പുരാനെ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? പറഞ്ഞത് മനസ്സിലായല്ലോ. നിന്റെ തോന്നിയ വാസ്തിന് ഓരോ വേണ്ടതിനും വിളിച്ചു പറയരുത്. ഇനി മേഘനെ കുറിച്ച് ഒരു അക്ഷരം നീ മിണ്ടിയ ചാരുവിനോട് സോറി പറയടി. പറയാൻ എന്തിനിപ്പൊ നീ എന്റെ മുഖത്തേക്ക് നോക്കുന്നേ? അവളോട് സോറി പറയാൻ.